എനിക്കൊരു അസീസിനൊക്കെ എത്രയോ സിനിമയിൽ നിന്നും മാറ്റി നിർത്തപ്പെട്ട വ്യക്തിയാണ്. ഞങ്ങൾ ഇതിനു മുമ്പ് മിമിക്രി എന്ന കലയിൽ നിന്നും അസീസിന് മിമിക്രി എന്ന കലയാണ് ഞങ്ങളൊരു ഇന്റർവ്യൂ മൊത്തം ഞങ്ങൾ സംസാരിച്ചാണ്. അന്നൊന്നും അസീസിനെയൊക്കെ സിനിമയ്ക്ക് അത്രയും ആവശ്യമില്ലാത്തൊരു കഥാപാത്രമായി മാറിയാണ്. അസീസ് വേണ്ട എന്ന് പറഞ്ഞ ഡയറക്ടർമാർ വരുന്നുണ്ടെന്ന് എനിക്ക് ഞാൻ മുഖത്ത് വെക്കുന്ന അസീസിനോട് പറയാം, എനിക്കറിയാവുന്ന കഥയായുണ്ട്. പക്ഷെ അതിൽ നിന്നൊക്കെ മാറി ഇപ്പോൾ അസീസിനെ തേടുന്ന അവസ്ഥയിൽ എന്നും കലാകാരന്മാർക്കൊരു വിലയുണ്ട്, കലാകാരന്മാർക്കൊരു ജീവിതമുണ്ട്. കലാകാരൻ നല്ല കലാകാരനെ ആരും അംഗീകരിക്കുകയും ചെയ്യും. അസീസിന് അതിന് യാതൊരു മാറ്റമില്ല. എഫർട്ടും ആത്മാർത്ഥതയും വേണം തീർച്ചയായിട്ടും. നമ്മൾ തന്നെ ഈ സിനിമയിലേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇപ്പൊ ഈ പറയുന്ന ആ പടത്തിലുണ്ടായിരുന്ന ഒരു അച്ഛൻ മകൻ ബന്ധം എന്ന് പറയുന്നത് അത് വേറൊരു രീതിയിലുള്ള ഇതുവരെ കാണാത്തൊരു അച്ഛൻ മകൻ ബന്ധം ഈ സിനിമയിലുണ്ട്. അതാണ് അതിന്റെ കണക്ഷൻ. ഇതുവരെ ഇപ്പൊ അതിൽ നമ്മൾ പല രീതിയിൽ കണ്ടിട്ടുണ്ടാവാം, പക്ഷെ ഇത് നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല. ഇവർ തമ്മിലുള്ള ഒരു റിലേഷൻ, ഇതിന്റെ എന്താണ് ഈ സ്നേഹബന്ധം, എന്താണ് ഈ കഥ, എന്താണ് ഇതിലെ ക്രൈം എന്നുള്ളതാണ് ഇതിന്റെ കഥ. ഈ സിനിമ ഈ ഗുമസ്തം പറഞ്ഞു വയ്ക്കുന്നത് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബന്ധങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ ബന്ധങ്ങളുള്ള സബ്ജക്റ്റിന് എപ്പോഴും വാല്യൂ ഉണ്ട്. നമ്മൾ ഏത് സബ്ജക്റ്റുകൾ ബന്ധങ്ങൾ വേണം, ഇല്ലാതെ അവിടെയും ഇവിടെയും തൊടാതെ പോകുമ്പോഴാണ് സിനിമകൾ കൂടുതൽ പരാജയം വരുന്നത്. അത് നിങ്ങൾ രണ്ട് സ്ക്രിപ്റ്റ് റൈറ്റർമാരാണ്, നിങ്ങൾക്കത് അറിയാം, ആക്ടേഴ്സുമാണ്. അപ്പോൾ അങ്ങനെയുള്ള ബന്ധങ്ങളുള്ള സിനിമയ്ക്ക് ഒത്തിരി വാല്യൂ ഉണ്ടെന്ന കാര്യത്തിന് സംശയമില്ല. ഇപ്പോൾ പറഞ്ഞ പോലെ അച്ഛൻ മകൻ ബന്ധം എന്ന് പറഞ്ഞില്ലേ, അത് എനിക്കിപ്പോഴും ഈ മേക്കപ്പ് കണ്ടിട്ട് ആ അച്ഛൻ്റെ മേക്കപ്പ് കാണുമ്പോൾ അതൊരു പക്വത വന്നൊരു അച്ഛനാണ്. മനസ്സിലായോ? ആ പക്വത ഉള്ള അച്ഛൻ്റെ മോൻ എന്തായിരിക്കും എന്നുള്ള സിനിമ കണ്ടുവേണം നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അതൊരു വല്ലാത്ത മകനായിരിക്കും. അച്ഛൻ തന്നെയാ, അച്ഛൻ അല്ല. ഈ ലൊക്കേഷനും ഈ മാതിരി പ്രശ്നമായിരുന്നു വരിക. നിങ്ങൾ വരുമ്പോൾ ഞങ്ങള് ജേസന്റെ അടുത്ത് പോയിട്ടില്ല, കാരണം പുള്ളി ഫുൾ ടൈം ക്യാരക്ടറാണ്. എപ്പോഴും എന്റെ ഫുൾ ടൈം ക്യാരക്ടറായിട്ട് എന്റെ അമ്മയായിട്ട് അഭിനയിച്ച അവരുമായിട്ടൊക്കെ സംസാരിച്ചു. അങ്ങനെ ഇപ്പോഴാണ് അങ്ങോട്ട് പോയ കണക്ഷനൊക്കെ കിട്ടിയത്. അസീസ് അത് ലേറ്റ് ആയിട്ട് പറഞ്ഞു. അവിടെ കാരവൻ വെറുതെ കിടക്കും. എനിക്കൊരു ആ മേക്ക് ഓവർ കഴിഞ്ഞപ്പോ തന്നെ ജയ്സേട്ടൻ ക്യാരക്ടറോട്ട് ഒരു പുഴുങ്ങിയ പഴം പുള്ളിയുടെ ആത്മാർത്ഥത കൊണ്ട് പുള്ളി നമുക്ക് മേക്കപ്പ് ചെയ്ത് ഡൈ അടിക്കാം, പക്ഷെ പുള്ളി അത് ഒറിജിനൽ ആയിട്ടാണ് ചെയ്തു. അലർജി ആയിപ്പോയി. സംഭവം ഒരു പുഴുങ്ങിയ പഴം പോലെ. പുള്ളി അടുത്ത് നിന്നപ്പോ അൽഫാമിന്റെ മണം എന്താണെന്നറിയാമോ? പുള്ളിയുടെ തലയൊക്കെ പൊള്ളി അതിന്റെ മണമായിരുന്നു. ചില പുള്ളിയുടെ ഒരു വളരെ ഡിസ്റ്റന്റ് ആയിട്ടൊരു ആന്റി പറഞ്ഞ് പുള്ളി തൃശ്ശൂർ ചെന്നപ്പോ ധൃതി പിടിച്ചു, എല്ലാരും കൂടി ധൃതി പിടിച്ചു പെട്ടെന്നാകുന്നപ്പോ പുള്ളിക്കടുത്ത് അയൺ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇങ്ങനെ പറഞ്ഞാൽ പറ്റില്ല പറഞ്ഞാൽ അയൺ ചെയ്ത് തൊലിയിലൊക്കെ കൊണ്ട് പൊള്ളിച്ചിട്ട് അയൺ ചെയ്തു. അപ്പൊ ഈ സാധനം ആ ഡൈത്തെ കളറും അകത്തെ രക്തം എല്ലാം ചേർന്ന് ഓറഞ്ച് നിറമായി, ഓറഞ്ച് കളറായിട്ടാണ് ഡൈത്തെ കളറും രക്തവും ചേർന്ന് ഓറഞ്ച് കളറായി. അത് പറഞ്ഞതൊരു ഡോക്ടറാണെന്ന് ആ സമയത്ത് അവിടെ ഡോക്ടറായി. അപ്പൊ അങ്ങനെ പുള്ളി അവിടെ വരുമ്പോഴേക്കും ഈ ഓറഞ്ച് നിറത്തിലായിരുന്നു, ഈ ആഫ്രിക്കൻ പാരറ്റിന്റെ തലവതയായിരുന്നു. പിന്നെ അവസാനം ഇത് മേക്കപ്പ് റഹീം അല്ല ആരായിരുന്നു മേക്കപ്പ് റഹീമിനൊക്കെ ദേഷ്യം വന്നു. കാരണം ഇത് പ്രത്യേകിച്ചൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന്റെ മുകളിൽ കളർ അടിക്കാൻ പോലും പോയി, അത്ര പൊറ്റയായിട്ട് ഇങ്ങനെ ഇരിക്കുക. പിന്നെ അതിന്റെ മുകളിൽ പിന്നെ എന്തൊക്കെ കളറൊക്കെ അടിച്ച് കാലാപ്പാനിയില് ഈ നമ്മുടെ പ്രഭുവിന്റെ മേത്ത് ഇങ്ങനെ തേപ്പൊട്ടി വെച്ചിട്ട് പൊക്കൂലേ, അപ്പൊ ഏകദേശം ആ കളർ തന്നെ. ഓറഞ്ച് കളർ റോസ് ഈ സിനിമയ്ക്ക് വേണ്ടി ജെറുസലേം അതിന്റെ മേളില് ബോംബെ മുട്ട. ഭയങ്കര ഉദാഹരണം. ആലോചിച്ച് ഒരു കഥാപാത്രത്തിന് വേണ്ടി ശരീരം മുഴുവൻ കൊടുക്കുന്നത് നമ്മൾ സത്യം, പക്ഷെ സ്വന്തം തല ഇങ്ങനെ കൊടുത്ത ഒരാള്. ഇതൊക്കെ നമ്മുടെ സിനിമയിലെ ഫലം കാണും. നമ്മൾ തന്നെ കൊടുത്തോ കാണും. തലയല്ല, നമ്മൾ എന്തും കൊടുക്കാൻ തയ്യാറായിരുന്നു സിനിമയ്ക്ക്, അല്ലേ?
പക്ഷെ ഇവരുടെ പുള്ളി അതുപോലെ തന്നെ നമ്മൾ ഡബിങ്ങിന്റെ സമയത്ത് പുള്ളി ഡബ് ചെയ്ത് കഴിഞ്ഞാൽ ആത്മാർത്ഥ കൂടി ഞങ്ങൾക്കൊക്കെ പല ആൾക്കാർക്കും വേണ്ടി പുള്ളി ഡബ് ചെയ്യാൻ തുടങ്ങി. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഒരു സീനിൽ എൻ്റെ ശബ്ദത്തിന് വരും വേറെ. അപ്പൊ ഞാൻ പറഞ്ഞു അമല ഇത് എന്താ പരിപാടി? ചേട്ടാ ജയ്സേട്ടൻ വന്നപ്പോൾ ജയ്സേട്ടൻ ഇമ്പ്രോവൈസ് ചെയ്യാൻ തോന്നി, കുറച്ച് പോർഷൻ ചേട്ടൻ ഡബ് ചെയ്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു ഒന്ന് ഞാൻ കുറച്ച് ഡബ് ചെയ്തോട്ടെ എന്ന് പറഞ്ഞു. പിന്നെ എൻ്റെ മുൾ അങ്ങനെ പല പല ഇമ്പ്രോവൈസേഷൻ ആത്മാർത്ഥ കൂടിയിട്ടുള്ള പ്രാന്ത് കാരണം ഞാൻ പാടത്തെ ചോദിച്ചു പാട്ടുണ്ട്. ഞാൻ നോക്കിയപ്പോ ആ വീട്ടിൽ പഴയ ഒരു ഹാർമോണിയം ഉണ്ട്, അവിടുത്തെ മ്യൂസിക്. ഞാൻ വേറെ പാട്ടില്ല, കുഴപ്പമില്ല, അടുത്ത പാട്ടിലില്ല. സ്വാതന്ത്ര്യ സമര സേനാനി ഇരിക്കും പോലെ ഒരു ഹീറോയെ തേച്ചൊട്ടിച്ച് ഒരു ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. ജീവിതത്തില് എന്തും പറഞ്ഞോട്ടെ, സിനിമ വന്നു കഴിയുമ്പോ കാണിച്ചു കൊടുക്കാം. പടം ഇറങ്ങി കഴിഞ്ഞാണല്ലോ എന്ത് പറയും എന്ന് പറയും. എന്തത് ഇത് പറയുന്നത്? നമ്മൾ എന്തെങ്കിലും കളിയാക്കുമ്പോഴല്ലേ എന്താടാ അന്ന് പറയും. ഇന്ന് ഇതൊക്കെ കേൾക്കും, ഹിറ്റാവെന്ന് പറഞ്ഞത് അല്ലേ? ഇത് ഇന്ന് ഇതൊക്കെ കേൾക്കും. ഇന്ന് കേൾക്കും, ഇന്ന് ചിരിക്കും. ഹിറ്റാവട്ടെ ഹിറ്റാകണമല്ലോ. ഞങ്ങളോട് ചൂടാവും അല്ലേ? ചിലപ്പോ ഹൈദർക്ക് ചൂടാവും. ഇത്രയും നല്ല പെർഫോം ചെയ്ത ആളുകളോട് കളിയാക്കി കളിയാക്കിയതല്ല, ഞങ്ങൾ ഉള്ളതാണ് ഇങ്ങനെ അൽഫാം വന്ന മണവും എനിക്ക് റോണിയൊക്കെ കുറച്ച് ബ്ലഡിന്റെ കളറുകൂടെ. നമ്മൾ ധൃതി പിടിച്ച എന്താ കുഴപ്പമെന്ന് വെച്ചാല് ഈ ഒന്നാമത്തെ രീതി മറ്റേ സ്ത്രീകൾക്ക് ചെയ്യുന്ന പോലെ അത്ര മുടിയിൽ ലെങ്ത് ഇല്ലല്ലോ. അപ്പൊ അവരൊരു ഡൈ ഇട്ടു കഴിഞ്ഞപ്പോ മറ്റേ ഡയറക്ടർ പറഞ്ഞു ചേച്ചി പെട്ടെന്ന് ആയിക്കോട്ടെ ഞങ്ങൾക്ക് പോകാനുള്ളതാണെന്ന് പറഞ്ഞപ്പോ ഈ സാധനം പെട്ടെന്ന് നീ ധൃതി പിടിച്ച പറ്റാന്ന് പറഞ്ഞു. അപ്പൊ തൊലൂർ മനസ്സിലായി. അപ്പൊ കമലാസം പോലും അമേരിക്ക പോയത് നമുക്ക് തൃശ്ശൂരിലൂടെ പോകാൻ പറ്റുള്ളൂ. അല്ല ഇതിനൊക്കെ തന്നെ ആലോചിച്ചു ഈ കോലത്തിലുള്ള ഒരു മനുഷ്യൻ ഇങ്ങനെ ഒരു അല്ലേ ഒരാളായിട്ട് കാണുന്നുണ്ടെങ്കിൽ എന്തുമാത്രം പണിയെടുക്കണം. ഈ ഗ്യാപ്പ് വരുമ്പോ ഏഞ്ചൽ പാസിംഗ് പറയൂലേ, ഏഞ്ചൽ പോലും കണ്ടിട്ട് ചിരിച്ചിട്ട് പോയി. ഒന്നുമില്ല, ധൈര്യമായിട്ട് ഈ അസീസിന്റെ ആ ബോംബെക്കൂട് അസീസിന്റെ മറ്റേ ബോംബെക്കൂട് ഇടുന്ന കാര്യമൊക്കെ നമ്മൾ സിനിമ എഴുന്നിട്ട് കാണിച്ചു കൊടുക്കാം കേട്ടോ. കാണിച്ചു തരാം, അതിനൊക്കെ ഞങ്ങള് ഫലമുണ്ട്. സമ്മതിച്ചു. ഇത് എന്റെ ഓണം, എന്റെ മൈജി ഓണം മാസോണം സീസൺ 2.